എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ബർഗറൈസർ എന്ന സൗദി അറേബ്യയിലെ കമ്പനിയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഈ കമ്പനിയെക്കുറിച്ചും വേക്കൻസിയെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ ജോലിയിൽ കയറാനുള്ള സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള A to Z വരെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ഡീറ്റെയിൽസും മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരിക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അയച്ചു തരേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വാട്സപ്പിൽ അയച്ചു തരിക. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരായതുകൊണ്ടാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഒരുപാടധികം വേക്കൻസികൾ നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെറുതെ തന്നെ പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയും. ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. 2009 സൗദി പൗരനായ അൽ റുവൈജ് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സും തുടങ്ങിയ ഒരു കമ്പനിയാണ് ബർഗറൈസർ എന്ന കമ്പനി. പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ബർഗറാണ് അവരുടെ മെയിൻ ഐറ്റം. അതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ആ കമ്പനിയുടെ ബർഗർ ടേസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, മികച്ചൊരു അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ബർഗറാണ്, വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ബർഗറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ തന്നെ ഇന്ന് നിലവിലുള്ള ഈ ബർഗർ ചെയിൻ ശൃംഖലകളിൽ അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് ചെയിൻ ശൃംഖലകളിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നായി മാറാൻ ഈ ബർഗറൈസർ എന്ന കമ്പനിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ലവ്ഡ് ഫ്രഷ് ബർഗർ റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഇൻ സൗദി അറേബ്യ എന്ന ടാഗോട് കൂടിയാണ് ഇവർ ഇപ്പോൾ നിലവിൽ കമ്പനികളെല്ലാം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ ചെയിൻ ശൃംഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ന്യായവുമാണ്, സത്യവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മികച്ച ഒരു ഫ്രഷായിട്ട് നമ്മൾ ബർഗർ കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ചിക്കൻ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഫ്രഷായിട്ടാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അവരുടെ റിവ്യൂ ഒന്നുമല്ല, ഞാൻ മൊത്തത്തിലൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. 2009 ഇത് ലോഞ്ച് ചെയ്തത്, ഈ ഒരു കമ്പനി ലോഞ്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഇന്ന് സൗദി അറേബ്യയിൽ മാത്രമായിട്ട് ഇവർക്ക് 100ഓളം ബ്രാഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവരുടെ ഒരു സക്സസ് എത്രയാണെന്നുള്ളത്. 100ഓളം ബ്രാഞ്ചേഴ്സ് ഈ ഒരു കമ്പനിയിലേക്കുണ്ട്. ഈ ഒരു കമ്പനിയിലേക്കാണ് ഇപ്പോൾ ഫുഡ് സർവർ പോസ്റ്റിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഏകദേശം 50ഓളം വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. അതിലേകദേശം 10-15ഓളം വേക്കൻസികൾ ഫില്ലായിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 30-35ഓളം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. റിയാദിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഈ 50 പേരെയും റിയാദിലെ ഔട്ട്ലെറ്റുകളിലേക്കാണ് പരിഗണിക്കുന്നത്. 1200 സൗദിയിലാണ് സാലറി വരുന്നത്. ബേസിക് സാലറി. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി, ഓവർ ടൈം ഉണ്ടായിരിക്കും. ഈ 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവൂ എന്നല്ല അർത്ഥം. എന്തായാലും 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാകും. അതിൻ്റെ ഒപ്പം നിങ്ങൾ 2 മുതൽ 4 മണിക്കൂർ വരെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. ഓവർ ടൈം നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും. അതിന് കമ്പനി നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യും. എങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം 1500 to 1600 റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയും. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സാലറി 1200 പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 27,000 രൂപയായിരിക്കും, 28,000 രൂപയായിരിക്കും. നിങ്ങൾ ഓവർ ടൈമെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 32 to 35,000 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയും. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 37 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നത്. ഇനി ഇതിലേക്ക് പോകാനുള്ള ചിലവ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് അടക്കം ഇതിലേക്ക് പോകാൻ 60,000 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. പ്ലസ് മെഡിക്കൽ, VFX അങ്ങനെയുള്ള ചിലവുകൾ വേറെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 60 പ്ലസ് 20,000 രൂപേൻ്റെ ടോട്ടൽ ഒരു 70,000 രൂപേൻ്റെ റേഞ്ചിൽ 80,000 രൂപേൻ്റെ താഴെ ആയിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, 80,000 രൂപ ആവുമെന്നല്ല, 80,000 രൂപേൻ്റെ ഉള്ളിലായിരിക്കും വരിക. ടിക്കറ്റ് അടക്കം 60,000 രൂപ വരും. പ്ലസ് മെഡിക്കൽ, VFX കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു 80,000 രൂപേൻ്റെ താഴെ ആയിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത്. 37 വയസ്സിന് താഴെ പ്രായമുള്ള SSLC പാസ്സായിട്ടുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒരൊറ്റ PDF ഫോർമാറ്റിൽ എല്ലാം തന്നെ ഒരു PDF ഫോർമാറ്റിൽ എനിക്ക്
എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. വാട്സാപ്പിൽ വെറുതെ അങ്ങ് ഈ ഒരു PDF അയച്ചെന്ന് പോകരുത്. ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV-യിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ 2 വർഷം വെയിറ്ററായിട്ട് അല്ലെങ്കിൽ ഫുഡ് സെർവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് കാണിക്കുക. 2, 3, 4 വർഷം നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതുകൊണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഇല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചാൽ മതി. അതിന് നിങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ആളുകളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. നാണം കുടുങ്ങികളാവരുത്. നന്നായിട്ട് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്ലസ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരൊറ്റ PDF ഫോർമാറ്റിൽ അയച്ചു തരിക. ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത്. ജോലി ആഗ്രഹിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്.